ഹായ് ഫ്രണ്ട്സ്, യൂട്യൂബിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേഷനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. യൂട്യൂബിൽ അടുത്തിടെയായി വന്നിരിക്കുന്ന ഈ ഒരു അപ്ഡേഷൻ പ്രധാനമായിട്ടും യൂട്യൂബിൻ്റെ ഹോം പേജിലാണ് വന്നിരിക്കുന്നത്. മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ പ്രവർത്തിപ്പിക്കുന്നതെങ്കിൽ ഗൂഗിൾ ക്രോമിൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് ഓപ്പൺ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ഹോം പേജിൽ ഈ ഒരു പുതിയ അപ്ഡേഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ പുതിയ അപ്ഡേഷനിലൂടെ യൂട്യൂബിൻ്റെ ഇൻ്റർഫേസ് വളരെ ആകർഷകവും വളരെ ലളിതവുമാക്കുകയാണ് ചെയ്യുന്നത്. യൂട്യൂബിൻ്റെ ഹോം പേജിൽ വന്നിരിക്കുന്ന ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂട്യൂബിൽ അടുത്തിടെ വന്നിരിക്കുന്ന പുതിയ അപ്ഡേഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ യുവർ ചാനൽ എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സെലക്ട് ചെയ്യേണ്ടതാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ എൻ്റെ യൂട്യൂബ് ചാനൽ സെലക്ട് ചെയ്യുകയാണ്. നമ്മളിവിടെ യുവർ ചാനൽ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഇവിടെ വന്നിരിക്കുകയാണ്. ഞാൻ ഇവിടെ കസ്റ്റമൈസ് ചാനൽ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ആ ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഇവിടെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഹോം പേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ പ്രൊഫൈൽ, ഹോം ടാബ് എന്നീ രണ്ട് ടാബുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. നേരത്തെ ഈ സ്ഥാനത്ത് ബ്രാൻഡിംഗ്, ലേഔട്ട്, ബേസിക് ഇൻഫോ എന്നീ ടാബുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ ടാബുകളൊക്കെ ഇവിടുന്ന് എടുത്തു മാറ്റിയിരിക്കുകയാണ്. അതാണ് യൂട്യൂബിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേഷനായിട്ട് വന്നിരിക്കുന്നത്. പകരം രണ്ട് ടാബുകൾ മാത്രമാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഹോം പേജിലുള്ളത്. ഒന്നാമത്തത് പ്രൊഫൈൽ, രണ്ടാമത്തത് ഹോം ടാബ് എന്നീ രണ്ട് ടാബുകളാണുള്ളത്. പ്രൊഫൈൽ എന്നുള്ള ഈ ടാബിൻ്റെ താഴ്ഭാഗത്തായിട്ട് ബാനർ ഇമേജ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. ഈ ബാനർ ഇമേജ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ബാനറാണ്. നമുക്കത് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബാനർ മാറ്റുമ്പോൾ അതിൻ്റെ ഫോർമാറ്റ് എന്തായിരിക്കണം എന്നുള്ളത് വിശദമായ ഒരു നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് വായിച്ച് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ബാനർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. തൊട്ട് താഴെയായിട്ട് പിക്ചർ എന്നുള്ളതാണ്. പിക്ചർ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചറാണ്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അത് ഏത് മോഡലിൽ വേണമെന്നുള്ളത് അതിൻ്റെ ഫോർമാറ്റൊക്കെ ഈ ഒരു സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ചേഞ്ച് വരുത്താവുന്നതാണ്. തൊട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നെയിം എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ നെയിം ഓപ്ഷൻ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ നെയിമാണ്. തൊട്ട് താഴെയായിട്ട് ഹാൻഡിൽ നെയിം അതിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഇതെല്ലാം ഇവിടെ ഈ ഹോം ടാബിൽ നിന്ന് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിന് തൊട്ട് താഴ്ഭാഗത്തായിട്ട് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. അതെല്ലാം ഹോം ടാബിലേക്ക് വന്നിരിക്കുകയാണ്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ചാനൽ URL ആണ്. നമുക്കിവിടെ ചാനൽ URL വേണമെന്നാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഇതാണ്. നമുക്കത് കോപ്പി ചെയ്തെടുക്കാവുന്നതൊക്കെയാണ്. ഈ ഹോം ടാബിൽ നിന്ന് തന്നെ നമുക്ക് ഇതെല്ലാം കോപ്പി ചെയ്തെടുക്കാം. ചാനലിൻ്റെ ലിങ്ക് ഈ ഹോം ടാബിൽ നിന്ന് തന്നെ നമുക്ക് കോപ്പി ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ താഴെയായിട്ട് ലിങ്ക്സ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെയും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നീ സോഷ്യൽ മീഡിയ ആപ്പുകളുടെ എല്ലാം ലിങ്ക് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇവിടുന്ന് കാണാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ അഡീഷണലായിട്ട് കൂട്ടിച്ചേർക്കുകയും ചെയ്യാവുന്നതാണ്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആഡ് ലിങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് സോഷ്യൽ മീഡിയ ആപ്പുകളുടെ ഏതെങ്കിലും അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ എല്ലാം ലിങ്കുകൾ നമുക്കിവിടെ പേസ്റ്റ് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ചേർക്കാവുന്നതാണ്. അതിന് തൊട്ട് താഴ്ഭാഗത്തായിട്ട് കോണ്ടാക്ട് ഇൻഫോ എന്നുള്ളതാണ്. നമുക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു ഇമെയിൽ ID നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്.
അതിന് തൊട്ട് താഴ്ഭാഗത്തായിട്ട് നമുക്ക് കാണാവുന്നതാണ് വീഡിയോ വാട്ടർമാർക്ക്. നമ്മുടെ വീഡിയോയ്ക്കൊക്കെ ഒരു വാട്ടർമാർക്ക് നൽകുന്നതിനായിട്ട് നമുക്കൊരു പിക്ചർ ഇവിടെ കൊടുക്കാവുന്നതാണ്. അത് ചേഞ്ച് ചെയ്യാനും അത് റിമൂവ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യം ഈ ഹോം ടാബിൽ തന്നെ കൊടുത്തിരിക്കുകയാണ്. ഇത്രയാണ് പ്രൊഫൈൽ എന്ന ഹോം ടാബിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. ഇനി രണ്ടാമത്തെ ഹോം ടാബ്, അതിനെ ഹോം ടാബ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹോം ടാബ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതിവിടെ എനേബിൾ ചെയ്തിടേണ്ടതാണ്. ഞാനിവിടെ ഓൾറെഡി എനേബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ലേ ഔട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. അതിന് താഴെയായിട്ട് ചാനൽ ട്രെയിലർ ഫോർ പീപ്പിൾ ഹൂ ഹാവ് സബ്സ്ക്രൈബ്ഡ് എന്നുള്ള ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവർക്ക് നമ്മുടെ ചാനൽ ട്രെയിലറായിട്ടുള്ള വീഡിയോകൾ കാണാവുന്നതാണ്. തൊട്ട് താഴെയായിട്ട് ഫീച്ചർ വീഡിയോ ഫോർ റിട്ടേണിംഗ് സബ്സ്ക്രൈബേഴ്സ്. നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോയവരൊക്കെ തിരിച്ചു വന്നാൽ അവർക്ക് കാണാവുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ്. അങ്ങനെ നമുക്ക് നമ്മുടെ ചാനലിലേക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരാവുന്നതാണ്. പിന്നെ താഴോട്ട് പോപ്പുലർ വീഡിയോ, ഫീച്ചേഴ്ഡ് ചാനൽസ്, ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ എല്ലാം നമ്മുടെ ഹോം ടാബിൽ തന്നെ സെറ്റാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വരുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം നമ്മുടെ യൂട്യൂബിലുള്ള എല്ലാ വീഡിയോകളും ഹോം ടാബിൽ നിന്ന് തന്നെ കാണാവുന്നതാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഹോം പേജിൽ വരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഹോം പേജിൽ നിന്ന് തന്നെ നമ്മുടെ വീഡിയോകളുടെ എല്ലാം ലിസ്റ്റ് കാണാവുന്നതാണ്. ഇത്രയുമാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അടുത്തിടെയായി വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേഷനൊക്കെ. ഈ മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇല്ല എങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക, ലൈക്കും കൂടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.